ഇതാ ഈ കാണുന്ന മയിൽപ്പീലിയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ വിശ്വസിക്കണം, ഇത് സത്യമാണ്. കുറച്ചധികം വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുറേ മയിലുകൾ കാണാറുണ്ട് കേട്ടോ. കുറേ അധികം വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് മയിലിനെ കാണാറുണ്ട് കേട്ടോ. ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പം ഇവരുടെ പീലി ഇതേപോലെ കൊഴിഞ്ഞിട്ട് പുതിയ പീലി വരിക ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരുപാട് മയിൽപ്പീലിയൊക്കെ കിട്ടുക. എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ മയിൽപ്പീലി കിട്ടിയത്. ഇത്രയും കാലമായിട്ടുണ്ടെങ്കിലും നമ്മളെ വീടിൻ്റെ അടുത്തൊരു മരമുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം, ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ ഒരു ദിവസം പോയി നോക്കിയപ്പോഴാണ് കിട്ടിയത്. എല്ലാം കൂടെ ഒരു ദിവസം കിട്ടിയതൊന്നല്ല കേട്ടോ, ഒരു സ്ഥലത്തുനിന്നും കിട്ടിയതല്ല, വേറെ സ്ഥലത്തുനിന്ന് കിട്ടിയതൊക്കെ ഞാൻ എടുത്തു വെച്ചതുമുണ്ട്. ഈ കാണുന്ന പ്ലാവിൻ്റെ മുകളിലാട്ടോ അവർ സ്ഥിരമായിട്ട് വന്നിരിക്കൽ. രണ്ടും മയിലുകൾ ദിവസവും വന്നിരിക്കും. നമ്മൾ കോഴിൻ്റെ തീറ്റയും അതൊക്കെയാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുകയും ചെയ്യുക. ഇവരെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ പീലികളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. മയിൽ നല്ലപോലെ പീലി വിടർത്തിയതൊക്കെ നമുക്ക് കാണാൻ പറ്റലുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴൊന്നും ഒന്നെങ്കിൽ ഫോൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവർ പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പീലിയുള്ളൊരു മയിലിനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ച് എടുത്തു വെച്ചതാണ് അത്. സത്യത്തിൽ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ, വെയിലടിക്കുമ്പോൾ എന്തൊരു കളറാണ് ഇതിന്. മയിൽപ്പീലി പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ കിട്ടിയതാണ് കേട്ടോ. മഞ്ഞക്കിളിയുടെ എങ്ങാനും ഒരു തൂവലാണെന്ന് തോന്നുന്നു. പിന്നെ അതിനെയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതെല്ലാം ഒരു ദിവസം കിട്ടിയ പീലിയല്ല കേട്ടോ, കുറേ ദിവസം കിട്ടിയതാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഓക്കെ, ബൈ.